ഇപ്പോൾ ഗസയിൽ ജനസംഖ്യ വൻതോതിൽ കുറയുന്നു എന്നാണ് പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റമാണോ? അല്ല, യുദ്ധം ആരംഭിച്ചതിന് ശേഷം മാറ്റം ഉണ്ടായല്ലോ. ഏതാണ്ട് 50,000-ത്തിനടുത്ത് 49,000-ഓളം പേര് കൊല്ലപ്പെട്ടു. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ ആണ് ഗസയിലുണ്ടായത്. കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞു 1.5 മില്യൺ ആളുകളുണ്ട്, അവരെ ഈജിപ്തോ ജോർദാനോ സ്വീകരിക്കണം, അവരെ അങ്ങോട്ട് ചെയ്യുക, റീലൊക്കേറ്റ് ചെയ്യുക എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ കണക്കുകൾ വരുന്നത്. ഗസയിൽ ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. 6% മുതൽ 15% വരെ കുറവുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് ആളുകൾ, നിലവിലുള്ള ആളുകൾ മരിച്ചതല്ല, മരിച്ചത് കൂടാതെ ജനന നിരക്ക് കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ബെസലേൽ സ്മോട്രിച്ച്, ഇസ്രായേലിലെ മന്ത്രിയാണല്ലോ, സ്മോട്രിച്ച് ഒരു വർഷം മുമ്പ് യുദ്ധമൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുണ്ടായി. പ്രസംഗിച്ചപ്പോൾ സ്മോട്രിച്ച് പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഗസയിലെ ജനസംഖ്യ പകുതിയാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ പകുതിയാക്കിയാൽ അത്രയും കുറച്ച് ജനസംഖ്യ വന്നാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഗസയെ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇതൊരു ആക്ഷൻ പ്ലാനാണ്. ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗസയിൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്താണ്, ഇത് മുഴുവൻ ഈ ആളുകളെ, ഗസയിലുള്ള പലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആദ്യം ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപ് പ്ലാൻ ചെയ്തു, പിന്നെ ഇപ്പം ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ജോർദാനെ സംബന്ധിച്ച് ജോർദാൻ അബ്ദുള്ള രാജാവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ട്രംപിനുള്ളത്. അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു എന്ന് പറയുന്നു. അബ്ദുള്ള രാജാവിന് പ്രതികരണം കിട്ടിയിട്ടില്ല. ഈജിപ്തിനോട് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ കാശ് തരുന്നുണ്ട്, വർഷം തോറും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് തരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക, ഞങ്ങൾ കാശ് കൂട്ടിത്തരാം, അതോടെ ഗസ ക്ലീനാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ 6 മുതൽ 15% പലസ്തീനികളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അലാമിങ് സിറ്റുവേഷനാണ്. ഒരു ജനത പതുക്കെ ഇല്ലാതാവുന്നു എന്ന് വരുന്നു. കാരണം അത് വിലയ്ക്ക് മേടിച്ചതാണ്, ചോദിച്ചു മേടിച്ച അടിയാണ് അല്ലേ. ഒക്ടോബർ 7 2023 അങ്ങോട്ട് കയറി. അതിനൊക്കെ പറയുന്ന ന്യായം അതിനു മുമ്പ് ഇസ്രായേൽ ചെയ്തിട്ടുള്ള ക്രൂരതകൾ ശരിയാണ്. ചിലപ്പം അവരുടെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ പക്ഷേ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ലല്ലോ. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ചരിത്രം എടുക്കുമ്പോൾ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായ 1948 ശേഷം അവരെ വിവിധ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ആ യുദ്ധത്തിൽ അവർ തോറ്റുപോകുന്നു. ആക്രമിച്ചവർ തോറ്റുപോയ രാജ്യങ്ങളുടെ ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കും. ഇസ്രായേൽ സേന എങ്ങോട്ട് കയറിയോ അവിടെ നിന്ന് അവർ പിന്നോട്ട് പോകത്തില്ല. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്താണ്, സിറിയയിൽ ദമാസ്കസ് വരെ എത്തി, സിറിയയിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ പിടിച്ചു. ലെബനോണിലും ഈ പറഞ്ഞ പോലെ ദമാസ്കസിനടുത്ത് വരെ എത്തിയ ഇസ്രായേൽ സേന പിന്മാറിയിട്ടില്ല. ലിറ്റാനി നദിയുടെ ഇങ്ങേക്കര വരെ എത്തിയിരിക്കുകയാണ് ആര്, ഇസ്രായേൽ സേന. അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഹർമൻ കുന്നുകൾ പിടിച്ചെടുത്തു, ജോർദാൻ്റെ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ആര് വിട്ടുകൊടുക്കുന്നില്ല, ഇസ്രായേൽ വിട്ടുകൊടുത്ത ചരിത്രമില്ല. അവർ പറയുന്ന ന്യായം, ഞങ്ങൾ യുദ്ധത്തിന് പോയില്ല, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തയ്യാറല്ല. ഇതാണ് എക്കാലത്തും ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ അതുകൊണ്ട് ഈ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യമാണ്. ഈ ഗസ എന്ന് പറയുന്ന ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ വേറൊരു രാജ്യം, അതും ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു രാജ്യം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തോട്ട് കയറി വേണ്ട എന്നാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയം. ഈ യുദ്ധത്തിന് ശേഷവും സംഭവിക്കുന്നത് അവിടെ ജൂത സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 15 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലേക്ക് പോയി, പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ മാറി. ഗസ തകർത്ത് കളഞ്ഞു അല്ലേ, ഒന്നുമില്ല. അത് ആ അവശിഷ്ടങ്ങളൊക്കെ മാറ്റി ഗസ പുനഃസൃഷ്ടിക്കാൻ ഒരു 10 വർഷം വരെ എടുക്കാം. 10 വർഷം വരെ എടുക്കുന്നവരെ ഈ 15 ലക്ഷം ആളുകൾ എവിടെ താമസിക്കും? അപ്പോൾ ട്രംപ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളങ്ങോട്ട് മാറിക്കഴിയട്ടെ, നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുക. അത് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നില്ല. ഈ 5-10 വർഷം എടുത്ത് റീകൺസ്ട്രക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഇവരെ കൊണ്ടുവരും എന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ള ആളാണ്. ഗസയിലെ പുനർനിർമ്മാണം ട്രംപുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലല്ല, സ്വന്തം നിലയിൽ അദ്ദേഹത്തിന് കൺസ്ട്രക്ഷൻ കമ്പനിയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് വർക്കാണ്. വലിയ സഹസ്ര കോടികൾ
ഡോളർ മറിയുന്ന ഒരു ബിസിനസ്സാണ്. അത് ഏറ്റെടുക്കാൻ ട്രംപിന് താല്പര്യമുള്ള സ്വകാര്യ വെഞ്ചേഴ്സോ വന്നുകൂടായിരിക്കില്ല. അപ്പോൾ അവിടെ ഇവരുണ്ടാകുന്ന തടസ്സമാണ്. അതിനുവേണ്ടി ഇവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ പ്ലാൻ എന്നതല്ല. ഇവിടെ പലസ്തീനികളുടെ എണ്ണം ക്രമാനുഗതമായി കുറയണം. അപ്പോൾ ഈ സമീപകാലത്ത് യുദ്ധം വന്ന സമയത്ത് ഒരുപാട് ഗർഭിണികളുണ്ടായിരുന്നു. അവർക്ക് സഹായം കൊടുക്കാം എന്നൊരു നിലപാടുമാണ് UAE വന്നിരുന്നത്, ഗർഭിണികളായ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ വളരെ പെട്ടെന്ന് നാടകീയമായി UAE അതിൽ നിന്ന് പിന്മാറി. കാരണം യുദ്ധം നടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല. ഇസ്രയേലിന് പുറത്താണെങ്കിൽ സഹായിക്കാം, ഇസ്രയേലിന് പുറത്തല്ല, ഗസയ്ക്ക് പുറത്താണെങ്കിൽ സഹായിക്കാം, അവിടെയാണെങ്കിൽ പറ്റില്ല എന്ന നിലപാടാണ് ആരെടുത്തത്? UAE എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണികളായ ആളുകളുടെ പ്രസവം, ശിശു മരണം ഒക്കെ വല്ലാതെ കൂടിയെന്ന് പറയുന്നു. അതായത് നിലവിലുള്ള ആളുകൾ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, പുതുതായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനും വലിയ തടസ്സം, ബർത്ത് റേറ്റ് വല്ലാതെ കുറയുന്നു. അപ്പോൾ ഇസ്രയേൽ ആഗ്രഹിക്കുന്ന പോലെ പലസ്തീനികളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരികയാണ്. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് എക്കാലത്തും ഒരു തലവേദനയാണ് പലസ്തീനികൾ ഒരു 10-25 വർഷം കൊണ്ട് ഒരു വൃദ്ധ സമൂഹമായി മാറിയാൽ ആർക്കാണ് മെച്ചം? ഇസ്രയേലിനാണ് മെച്ചം. അതിൻ്റെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് യുദ്ധം സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ യുദ്ധത്തിന് ശേഷം, വെടിനിർത്തലിന് ശേഷം ഈ ആളുകളെ മുതൽ റീലൊക്കേറ്റ് ചെയ്യാനുള്ള അമേരിക്കയുടെ തന്ത്രവും സഹായിക്കുന്ന ഇസ്രയേലിനാണ്. കാരണം പലസ്തീൻ സമൂഹം ഇല്ലാതാവുന്നു. അമേരിക്കയ്ക്കാണെങ്കിൽ ആ സമയത്ത് ഇസ്രയേലിലുള്ള കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ചുമതല മുഴുവൻ അമേരിക്കൻ കമ്പനികൾക്ക്, ട്രംപിൻ്റെ പോലും കമ്പനികൾക്ക് ഏറ്റെടുത്ത് നടത്താനും പറ്റും. ഇതാണ് അവിടെ നടക്കുന്ന ഒരു കാര്യം. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യാൻ മാധ്യമങ്ങൾ പറയുന്ന ഇത്, ഈ പറഞ്ഞ ജനങ്ങളോട് നിങ്ങളെല്ലാം ഈജിപ്തിൽ പോവോ ജോർദാനിൽ പോവോ എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാവത്തില്ല. പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള സംഘടനകൾ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് ശരിയല്ല എന്ന് ലോകത്തെമ്പാടും എന്തുവരും ആവലാതികൾ വരും. ഇപ്പോൾ സൗദി അറേബ്യ പോലും പറയും അവരെ അങ്ങനെ മാറ്റി പാർപ്പിക്കുന്നത് ശരിയല്ല, പലസ്തീനികളുടെ മണ്ണാണ്, അവിടെ നിന്ന് മാറ്റരുതെന്നൊക്കെ പറയാം. അപ്പോൾ ഇവരെ മാറ്റാനായിട്ട് എന്തായിരിക്കും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന തന്ത്രം? വളരെ സിമ്പിളാണ്. ഇപ്പോൾ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ തിരിച്ചു വന്നവർക്ക് കയറി കിടക്കാൻ ഇടവില്ല, കടത്തിൻ്റെ പോലും ഇല്ല. നമ്മൾ പറയില്ല ഒന്നുമില്ല കടത്തിനെ കിടക്കാമെന്ന് പറയും. കടത്തിൻ്റെ പോലും ഇല്ല, എല്ലാം പൊളിഞ്ഞ് കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മാത്രമാണ്. എവിടെ താമസിക്കും? അപ്പോൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിയാൽ എന്ത് സംഭവിക്കും? സ്വമേധയാ അവർ പറയും ഞങ്ങളെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ കഴിയാൻ പറ്റും. ക്യാമ്പ് ആരുണ്ടാക്കുന്നു? കാരണം ഇനി പൈസ UNRWA എന്ന് പറഞ്ഞ ഏജൻസിക്ക് അമേരിക്ക ഫണ്ട് ചെയ്യുന്നില്ല. അപ്പം ക്യാമ്പിന് പൈസയില്ല. ഐക്യരാഷ്ട്രസഭയുടെ വെടിക്കുറ്റി തീരുവാണ്. കാരണം WHO പണം കൊടുക്കുന്നില്ല, UN പോലും ഇനി എന്തിന് പണം കൊടുക്കണം എന്ന തരത്തിലാണ് അമേരിക്ക ആലോചിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അന്താരാഷ്ട്ര ജീവകാരുണ്യ മനുഷ്യത്വ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുന്ന ട്രംപ് പറയുന്നത് ഇത്തരം സംഘടനകളൊക്കെ ഈ ഇടതുപക്ഷക്കാരുടെയും ജിഹാദികളുടെയും കയ്യിലാണ്. അതുകൊണ്ട് ഇവനെ ഒന്നും സഹായിക്കേണ്ട എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പം എവിടുന്ന് വരും ഫണ്ട്? അറബ് രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞു അല്ലേ? അറബ് രാജ്യങ്ങളിൽ വന്നാലും കൺസ്ട്രക്ഷൻ ആര് നടത്തും? അമേരിക്കയല്ല, ഗസ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഇസ്രയേൽ സമ്മതിക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അവിടെ കൺസ്ട്രക്ഷൻ നടത്തുക, പുനർനിർമ്മാണം എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയ സാമ്പത്തിക താല്പര്യമുള്ള, ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യമുണ്ട്. അപ്പോൾ സൗദിയോ ഖത്തറോ അതുപോലെയുള്ള അറബ് രാജ്യങ്ങളോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളോ ഫണ്ട് കൊടുത്താൽ പോലും ഗസയുടെ പുനർനിർമ്മാണം അത്ര എളുപ്പമാകത്തില്ല. പുനർനിർമ്മാണം മനഃപൂർവ്വം വൈകിച്ചാൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന 15 ലക്ഷത്തോളം ആളുകൾ ഞങ്ങൾ എവിടെ താമസിക്കും? ഞങ്ങളെ എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കണം. അപ്പോൾ പറയാൻ പോകുന്നതിനെയും റീകൺസ്ട്രക്ഷൻ സമയമെടുക്കും. നിങ്ങളോട് അങ്ങോട്ട് മാറാൻ പറഞ്ഞിട്ട് മാറിയില്ലല്ലോ, ഞങ്ങളെന്ത് ചെയ്യാനാ? ഞങ്ങൾ എവിടെ താമസിക്കും? ഇസ്രയേലെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായും എന്നാൽ പിന്നെ ജോർദാനിലേക്ക് വിടാം, ഈജിപ്തിലേക്ക് വിടാം എന്നുള്ളൊരാലോചന നടക്കും എന്ന്, അതാണ് ഇപ്പം നടക്കാൻ പോകുന്നതെന്നാണ് മൊത്തത്തിൽ ഈ സ്വതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു തന്ത്രം, അമേരിക്കയുടെ തന്ത്രം, രണ്ടു കൂട്ടർക്കും രണ്ട് താല്പര്യങ്ങളാണ്. ഇസ്രായേലിന് സാമ്പത്തിക താല്പര്യമൊന്നും, എങ്ങനെയെങ്കിലും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി. അമേരിക്കയ്ക്ക് ഇവർ പോയി കിട്ടുകയും വേണം. പോയി കിട്ടിയാൽ അതുകൊണ്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ്, സാമ്പത്തിക താല്പര്യങ്ങൾ അമേരിക്കയ്ക്കുമുണ്ട്. ഇതിന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ട്രംപിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാട്സ്, NSA, നമ്മുടെ അജിത് ഡോവലിനെ പോലെ NSAയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഗസ ഇനി ഒരിക്കലും ഹമാസ് ഭരിക്കില്ല. അവർ ഭീകര സംഘടനയാണ്. ഒരു ഭീകര സംഘടനയും ഗസ ഭരിക്കാൻ ഞങ്ങൾ സംഭവിക്കില്ല. പിന്നെ ഇസ്രയേൽ എന്തു ചെയ്യുകയാണെങ്കിലും അവർ നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ്
ഗസയിൽ ഇസ്രയേൽ എന്തു ചെയ്താലും അത് നിശ്ചയിച്ചുറപ്പിച്ച കാര്യമാണ്. ട്രംപ് സർക്കാർ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ട് മൈക്ക് വാട്സ് വീണ്ടും പറയുന്നു, ഹമാസിനെ ഇനി ഒരിക്കലും ഗസ ഭരിക്കാൻ സമ്മതിക്കില്ല. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് വായിച്ചേ, എന്ത് മനസ്സിലാവും? ഗസ ഇനി ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കും. അമേരിക്കയ്ക്ക് അവിടെ സാമ്പത്തിക താല്പര്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, പുനർനിർമ്മാണം നടത്തണം. പലസ്തീനികൾ ഇനി ഗസയിൽ വേണ്ട, പോയേ പറ്റുള്ളൂ. അതുമാത്രമല്ല, റീലൊക്കേഷൻ മാത്രമല്ല, അവിടെ തുടർന്നാൽ നിങ്ങളെ പതുക്കെ നിങ്ങളുടെ ബർത്ത് റേറ്റും ഇല്ലാതായി നിങ്ങൾ ലോക ഭൂപടത്തിൽ നിന്ന് പലസ്തീനികൾ ഇല്ലാതാവും. ഒരു 10-50 വർഷത്തെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പലസ്തീനികളുടെ ബർത്ത് റേറ്റ് കുറയ്ക്കുക, ജനസംഖ്യ കുറയ്ക്കുക. ഇപ്പോൾ 15% വരെ, 6-നും 15-നും ഇടയ്ക്ക് ഈ യുദ്ധകാലത്ത് തന്നെ അവരുടെ ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുവെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ജനതയെ ഇല്ലാതാക്കുക എന്നൊരു അജണ്ട അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉണ്ട് എന്ന് വ്യക്തമാകുന്ന ചില വിവരങ്ങളാണ് ചില മാധ്യമങ്ങളിൽ വരുന്നത്. അതും നമ്മൾ പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.